ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ട് 1 ആയിട്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മധുരയിലാണ്. ഇവിടുന്ന് നമ്മൾ നേരെ രാമേശ്വരം പോവും, ദെൻ അവിടെ നിന്ന് ധനുഷ്കോടി. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് തന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. എല്ലാവരും ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായി. ബസ് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് വരില്ല, ഇവിടെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മെയിൻ റോഡിലേക്ക് പോയിട്ട് ബസ് കയറാമെന്നാണ് വിചാരിച്ചത്. അമ്മയുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു രാമേശ്വരം പോകുക എന്നുള്ളത്. അങ്ങനെ ആ ഒരു ആഗ്രഹം എന്തായാലും നടന്നു കിട്ടി. അങ്ങനെ നമ്മുടെ ബസ് വന്നു, ബസ്സിലെല്ലാവരും കയറി. ഈ മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ടാവും. അപ്പോൾ അത്രയും ദൂരം ഉള്ളതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് ചെറിയ സ്നാക്സ് ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മധുരയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്ലൗഡ്സ് ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകും തോറും നല്ല വെയിലും ചൂടുമായി തുടങ്ങി. പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വസന്തംസ് എന്നൊരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിൽ ഞങ്ങൾ നിർത്തി. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹോട്ടലായിരുന്നു. ഞങ്ങൾ ഇഡ്ഡലിയും മസാല ദോശയൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഈ ഇഡ്ഡലിയോടൊപ്പം തന്നെ ഗ്രീൻ ചട്നി കിട്ടി. എനിക്ക് തോന്നുന്നു അത് നല്ല പുതിനയിലയും മല്ലിച്ചീരയൊക്കെ കൂടി മിക്സ് ചെയ്തുണ്ടാക്കിയ ചട്നിയായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. തമിഴ്നാട്ടിൽ വന്ന് ഇഡ്ഡലി കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഇവിടുത്തെ ഇഡ്ഡലിയൊക്കെ അത്യാവശ്യം വലിയ ഇഡ്ഡലിയാണ്. 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് യാത്ര തുടരുകയാണ് ചെയ്തത്. പിന്നീടുള്ള യാത്രയിൽ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് കാണാൻ സാധിക്കുന്നത് കടലാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാമേശ്വരം എന്നൊരു ദ്വീപിലേക്കാണ്. ഇന്ത്യയെ രാമേശ്വരം ദ്വീപ് അല്ലെങ്കിൽ പാമ്പൻ ദ്വീപുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ ഒരു പാമ്പൻ പാലമാണ്. രാമേശ്വരം ധനുഷ്കോടി പോകുന്ന വഴിക്ക് കടലിൻ്റെ നടുക്ക് 2 കിലോമീറ്ററെങ്കിലും നീളം വരുന്ന ഒരു വലിയ റെയിൽവേ പാലമുണ്ട്. അതാണ് ഈ പറയുന്ന പാമ്പൻ പാലം. ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞത് 1914-ലാണ്. ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ബംഗാൾ ഉൾക്കടലിൻ്റെയും നടുക്കായിട്ടാണ്. 1964 ഒരു വലിയ ചുഴലിക്കാറ്റ് ഉണ്ടാവുകയും ആ ഒരു പാലത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന ട്രെയിൻ മുഴുവനായിട്ട് കടലിലേക്ക് മറിയുകയും കുറേ അധികം ആളുകൾ മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വെറും 45-48 ദിവസത്തിനുള്ളിൽ തന്നെ ആ പാലത്തിൻ്റെ പുനർനിർമ്മാണം ആരംഭിച്ചിരുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ഷേത്രം എത്തുന്നതിന് 4 കിലോമീറ്റർ മുമ്പ് വരെ മാത്രമേ വലിയ വാഹനങ്ങൾ വരാനായിട്ടുള്ള അനുമതിയുള്ളൂ. അതിനുശേഷം നമ്മൾ പോവുകയാണെങ്കിൽ അവിടുന്ന് തന്നെ ചെറിയ ടാക്സി, ടെമ്പോ ട്രാവലേഴ്സ്, ഓട്ടോ ഒക്കെ കിട്ടുന്നതായിരിക്കും. നമ്മൾ അതിന് വേണം പോകാൻ. പിന്നെ സർക്കാരിൻ്റെ ബസ് ഉണ്ടാവും, അതിനൊക്കെ ആയിരിക്കണം നമ്മൾ അങ്ങോട്ട് പോവേണ്ടത്. നിങ്ങളിപ്പോൾ ചെറിയ കാറിനൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്. ഞങ്ങൾ പോയത് തമിഴ്നാട് സർക്കാർ ബസ്സിലാണ്. അതിലാണെങ്കിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യവുമാണ്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല ചുട്ടുപഴുത്ത വെയിലായിരുന്നു. നിങ്ങൾ സമ്മർ സീസണിലൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ എന്തായാലും ഒരു സ്പെക്കും കുടയൊക്കെ എടുത്ത് പോകുന്നോളുക. രാമനാഥസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ രാമേശ്വരം പട്ടണത്തിലാണ്. ഈ ക്ഷേത്രത്തിന് കിഴക്കുള്ള സമുദ്രതീരമാണ് അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്ന ഈ സമുദ്രം. തീർത്ഥാടകർ ഇവിടെ പുണ്യസ്നാനത്തിനും പിതൃക്കൾക്ക് ബലിതർപ്പണത്തിനും മറ്റു പൂജകൾക്കുമാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ സ്നാനം ചെയ്യുക വഴി നമ്മുടെ എല്ലാ പാപങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നൊക്കെ വിശ്വാസമുണ്ട്. ഇപ്പോൾ കുട്ടികളില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് സ്നാനം ചെയ്ത് ശിവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സന്താന ഭാഗ്യം ലഭിക്കുമെന്നൊക്കെ വിശ്വാസമുണ്ട്.
രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഇവിടുത്തെ 22 തീർത്ഥങ്ങൾ അല്ലെങ്കിൽ 22 കിണറുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കുളിക്കുന്നതോടെ നമ്മുടെ എല്ലാ പാപദോഷങ്ങളിൽ നിന്നും മുക്തി നേടുമെന്നാണ് വിശ്വാസം. 22 തീർത്ഥങ്ങൾ എന്നാൽ ശ്രീരാമൻ്റെ ആവനാഴിയിലെ 22 അസ്ത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ കുളിക്കുന്നതിന് വേണ്ടിയിട്ട് 25 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഈ 22 കിണറുകളിലെയും വെള്ളം കോരി എടുക്കുന്നതിനായിട്ട് ഇവിടെ ധാരാളം ഗൈഡുകൾ ലഭ്യമാണ്. ഇവർ നമ്മളെ 22 കിണറുകളിലേക്കും കൂട്ടിക്കൊണ്ടു പോകുകയും ഓരോ കിണറിലെയും വെള്ളം ശിരസ് വഴി നമുക്ക് ഒഴിച്ചു തരുന്നതും ആയിരിക്കും. നമ്മളൊരു കുപ്പി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 22 കിണറിലെയും വെള്ളം ഈ കുപ്പിയിൽ നമുക്ക് ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാവുന്നതുമാണ്. രാമേശ്വരം ക്ഷേത്ര ദർശനത്തിന് ചില ആചാരങ്ങളുണ്ട്. 22 കിണറുകളിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം കുളിക്കേണ്ടത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന അഗ്നിതീർത്ഥത്തിലാണ്. അതായത് നമ്മൾ ആദ്യം വന്ന സ്ഥലം, ഈ ഒരു സമുദ്രത്തിൽ നമ്മൾ കുളിച്ച് ശുദ്ധി വരുത്തണം. ശേഷം മാത്രമേ നമ്മൾ 22 തീർത്ഥക്കിണറുകളിൽ കുളിക്കാൻ പാടുള്ളൂ. പിന്നീട് നമ്മൾ നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം ഭഗവാനെ ദർശിക്കാൻ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആചാര രീതികൾ നമ്മൾ പാലിക്കേണ്ടത്. ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് 3 ഇടനാഴികളുണ്ട്, അഥവാ പ്രദക്ഷിണ വഴികളുണ്ട്. ഇതിൽ പുറത്തുള്ള ആദ്യത്തെ ഇടനാഴിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ക്ഷേത്ര ഇടനാഴിയായിട്ട് അറിയപ്പെടുന്നത്. 30 അടിയോളം പൊക്കമുള്ള 1000-ലധികം തൂണുകളാൽ നിർമ്മിതമാണ് ഇത്. ഓരോ തൂണിലും ഓരോ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിരുന്നു കാണാനായിട്ട്. ക്ഷേത്രത്തിൻ്റെ ഉടനീളം കാണാൻ ഈ ഒരു സെയിം രീതിയാണ്. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി. അകത്തേക്ക് ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് തന്നെ 22 തീർത്ഥക്കിണറുകളൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. ഇനി ധനുഷ്കോടിയിലേക്ക് പോകാനുള്ള വണ്ടി അറേഞ്ച് ചെയ്യണം, അതിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് കടകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇനി ധനുഷ്കോടിയിലേക്ക് പോകുന്ന വീഡിയോ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റ് ഇതൊക്കെ ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ